ഹലോ ഡേസ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, സിയാദിലിക്കൽ എല്ലാ ദിവസമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞ് നമ്മൾ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റിലേക്ക് വന്നു. എല്ലാവർക്കും മികച്ചൊരു വീക്കെൻഡ് കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ നമ്മുടെ എന്താണ് സൺഡേ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാ ദിവസവും ഇനി നമ്മൾ എല്ലാ സൺഡേസും നമ്മളിനി ലൈവ് നടത്തും. നിങ്ങളുടെ ചോദ്യമായിട്ട് എല്ലാ സൺഡേസും കൃത്യം 7 മണിക്ക് തന്നെ എത്താം. അങ്ങനെ നമ്മൾ സൺഡേ കഴിഞ്ഞു മൺഡേയിലേക്ക് വന്നു. രാവിലെ നമ്മൾ കേട്ടത് US അവിടുത്തെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ, ആ ഒരു ഭീതി മാറുന്നു, സെനറ്റ് ഫണ്ട് റൈസ് ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കാരണം US ഫ്യൂച്ചർ രാവിലെ തന്നെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. ഏഷ്യൻ മാർക്കറ്റിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഗോൾഡ് ഒന്ന് തിരിച്ചു കയറി. അത് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ 3 ദിവസം ഉണ്ടാക്കിയ ഒരു തുടർച്ചയായിട്ടുണ്ടാക്കിയ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് ഒന്ന് മാറി മാർക്കറ്റ് ഒന്ന് സഞ്ചരിച്ചു. 25,500 മുകളിൽ മാർക്കറ്റ് ഒന്ന് നിലയുറപ്പിച്ചു. ഈ US ഷട്ട് ഡൗൺ ഭീതി ഉയർന്നത് എസ്പെഷ്യലി ഇന്ത്യൻ IT കമ്പനീസിനും ഗുണകരമായി. IT സ്റ്റോക്കുകൾ HCL ടെക് ഉൾപ്പെടെയുള്ള ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ പോസിറ്റീവിലായിരുന്നു. കൂടാതെ ഡിഫൻസ് സ്റ്റോക്കുകളും ഇന്ത്യ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് തുടങ്ങുന്ന ആ ഒരു വാർത്തകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമെന്നോണം HCLും BDLും ഭാരത് ഡൈനാമിക് ഉൾപ്പെടെയുള്ള കമ്പനീസ് പോസിറ്റീവിൽ ആണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. ഗോൾഡ് വീണ്ടും $4,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ റൗണ്ട്സിന്. അത് മുത്തൂറ്റ് പോലെയുള്ള കമ്പനീസിൽ പോസിറ്റീവായിട്ട് റിയാക്ഷൻ നമുക്ക് കിട്ടി. ഇനി ലെൻസ്കാർട്ടിൻ്റെ IPO 402 രൂപ IPO പ്രൈസിൽ താഴെ പോയിരുന്നു. അതിനുശേഷം 402 രൂപയിൽ ക്ലോസിങ് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ആഴ്ച പ്രധാനമായിട്ടും 2 ഈവൻ്റ് ഉണ്ട്. നേരെ നമുക്ക് ഗ്ലോബൽ ഈവൻ്റ് എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം കാണുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ, കോർ CPI ഡേറ്റ വരുന്നത് നവംബർ 13 ദിവസമാണ്. അതൊന്ന് ഫോക്കസ് ചെയ്യുക. കൂടാതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നവംബർ 12 ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡേറ്റ 4 PM ഇന്ത്യൻ സമയം, US ഇൻഫ്ലേഷൻ ഡേറ്റ 7 PM ഇന്ത്യൻ സമയം. ഈ 2 ഡേറ്റയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ത്യയുടെയും US പണപ്പെരുപ്പ നിരക്ക് വരുന്നൊരു ഡേറ്റയാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 3 തവണയാണ് 25,650 എന്ന് പറഞ്ഞ റേഞ്ച് അത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തത്. ഡബിൾ ടോപ്പ് അല്ല, ട്രിപ്പിൾ ടോപ്പ് എന്ന് വേണം പറയാൻ. 3ാമത്തെ തവണ റെസിസ്റ്റൻസിൽ നിന്ന് താഴെ പോയി മികച്ച ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ മാർക്കറ്റിൽ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ് കാണാം. ഏറ്റവും താഴെ UK മാർക്കറ്റ് 1%, ഫ്രാൻസ് മാർക്കറ്റ് 1.4%, ജർമ്മൻ മാർക്കറ്റ് 1.93%, ഇന്ത്യ വിക്സ് കൂൾ ഡൗൺ ആയി 2%, വിക്സ് ക്രാഷായി. ജപ്പാൻ മാർക്കറ്റ് പ്ലസ്, കൊറിയ, ചൈന, ഓസ്ട്രേലിയ, ഗോൾഡ് കാണാം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 95% സ്പൈക്ക് ചെയ്തു. XAU/USD കാണാം. ബ്രന്റ് ഓയിൽ, ബിറ്റ്കോയിൻ $4,000 ഉയർന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്ലസ്സിലാണ്. അങ്ങനെ ശുഭകരമായ രീതിയിൽ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റും അത് റിയാക്ഷൻ കണ്ടു. ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിലെ PCR പുട്ട് കോൾ റേഷ്യോ 1 ആണ്. 25,700 എന്ന് പറയുന്ന റേഞ്ചാണ് ഇപ്പോൾ മേജർ റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത്. അത് മാർക്കറ്റ് എങ്ങാനും നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25,700 മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് അതൊരു കൊല്ലാപ്പാകും. ഇന്ന് മാർക്കറ്റിലൊരു ഫോള് കണ്ടു എങ്കിലും നാളെ ഓവർനൈറ്റാണ് എന്ത് ആകുമെന്നറിയില്ല. നിഫ്റ്റിയിൽ ഇൻഫോസിസ്, HCL ടെക്, ബജാജ് ഫിനാൻസ്, വിപ്രോ, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസാണ് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തത്. ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. ട്രെൻഡ് ഇടിവ് തുടരുകയാണ്. 7% ഇടിഞ്ഞു. ഈ ഹോസ്പിറ്റൽ കമ്പനീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, മാക്സ് ഹെൽത്ത് കെയർ പോലെയുള്ള കമ്പനീസ് വലിയൊരു ഇടിവിലാണ്. പവർ ഗ്രിഡും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു ഓവറോൾ മാർക്കറ്റിൽ കണ്ട കാഴ്ചകൾ. നമ്മളൊരു ചെറിയ സമയത്തിനുള്ളിൽ അതിൻ്റെ ഒരു ബ്രീഫ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ബൈ സെൽ റെക്കമെൻഡേഷനൊന്നുമല്ല. നമ്മൾ വളരെയധികം സമയമെടുത്താണ് ഈ ഡേറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഇത് കാണുമ്പോൾ ഒരാൾക്ക് ഗുണമല്ലാതെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ സ്റ്റോക്കുകളുടെ വാർത്തയും നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് ഇത് മാർക്കറ്റിലുള്ള കമ്പനികളുടെ വാർത്തയാണ്. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് തന്നെയാണ് നമ്മളത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരെയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാറില്ല. വാർത്തകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേക്ക് ചാനലല്ല. ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ നമ്മൾ 5 വർഷമായിട്ട് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ട് ആളുകൾക്ക് വാർത്ത അറിഞ്ഞ് തന്നെ ട്രേഡ് ചെയ്യട്ടെ. SCVN കമ്പനി 835 കോടി രൂപയിൽ നിന്ന് 860 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു.
ഡോംസ് കമ്പനി 51 കോടി രൂപയിൽ നിന്ന് 58 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. HEJ കമ്പനി, കമ്പനി 62 കോടി രൂപയിൽ നിന്ന് 131 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പൈസാലോ കമ്പനി 49 CRൽ നിന്ന് 50 CRലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മനാലി പെട്രോ കമ്പനി 2 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഹഡ്കോ 690 നിന്ന് 710 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 22% അപ്സൈഡായി 4000 കോടി രൂപയിൽ നിന്ന് 4875 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അലംബിക് ഫാർമ 77 കോടി രൂപയിൽ നിന്ന് 76 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ 11 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബജാജ് കൺസ്യൂമർ കമ്പനി 31 കോടി രൂപയിൽ നിന്ന് 43 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റോളക്സ് റിങ്സ് കമ്പനി 43 കോടി രൂപ, ഈ തവണയും 44 കോടി രൂപ ഫ്ലാറ്റ്. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് നെറ്റ് ലോസ് 6 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 18 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 290 കോടി രൂപയിൽ നിന്ന് 350 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സർദ എനർജി കമ്പനി 195 കോടി രൂപയിൽ നിന്ന് 320 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി 25 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇമാമി കമ്പനി 210 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി 29 കോടി രൂപയിൽ നിന്ന് 47 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വി മാർട്ട് കമ്പനി കഴിഞ്ഞ തവണ 56 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു. ഈ തവണ 8 കോടി രൂപ ലോസ് ആണ്, എങ്കിൽ കൂടിയും ലോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. വീനസ് പൈപ്പ് കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 85ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖ കമ്പനീസിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തു. ഇനി മറ്റുള്ള റിസൾട്ടുകളും മറ്റുള്ള വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ 7:00 എത്താം. അപ്പോൾ നമ്മൾ നേരെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒന്ന് കോഷ്യസ് ആവുക. കാരണം US മാർക്കറ്റിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഒരേ സമയം ഇൻഫ്ലേഷൻ ഡേറ്റ വരികയാണ്. അപ്പോൾ ഇത്തരം ഡേറ്റാസ് എല്ലാം തന്നെ വരുന്ന സമയത്താണ് മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഡൗണുകളൊക്കെ വരാറ്. സ്വാഭാവികമായിട്ട് ഇത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. മാസത്തിൽ ഒരു തവണ വരുന്ന ഈവൻ്റ്, 2 മാസം കൂടുമ്പോൾ ഒരു തവണ ഒക്കെ വരുന്ന ഈവൻ്റാണ്. അപ്പോൾ ആ ഡേറ്റിൽ ആ ദിവസം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിൽ നിന്ന് മാറി നിൽക്കാം. ബാക്കിയുള്ള ദിവസങ്ങൾ ട്രേഡ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായ ചെറിയ നിയമങ്ങൾ പാലിച്ചാൽ മതിയാവും. വളരെ ക്രൂഷ്യലായ വളരെ കോംപ്ലക്സ് ആയ നിയമങ്ങളുടെ പുറകെ നമ്മൾ പോകണ്ട. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് പല തരത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ടാവും, നമുക്കറിയാം. അപ്പോൾ ആ ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാനായിട്ട് സിമ്പിൾ ടെക്നിക്ക് പ്രയോഗിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ടെക്നിക്കുകളെല്ലാം തന്നെ പ്രയോഗിച്ച് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ എടുത്ത് പോകാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.